വോക്സ് വാഗൻ ആമിയോ TDI മോഡൽ കാറാണിത്. ഈ വാഹനത്തിൻ്റെ കംപ്ലൈൻറ്റ് എന്താണെന്ന് പരിശോധിക്കാം. ഡാഷ്ബോർഡിൽ കസ്റ്റമീറ്റർ നോക്കുമ്പം എഞ്ചിൻ ചെക്ക് ലാമ്പ് കത്തിക്കിടപ്പുണ്ട്. അതുകൂടാതെ ഹീറ്റർ കോയിലിൽ വാണിംഗ് ലാമ്പും ബ്ലിങ്ക് ചെയ്യുന്നുണ്ട്. പിന്നെ ABSന് വാണിംഗ് ലാമ്പുണ്ട്. അത് മുൻപ് ഉണ്ടായിരുന്ന കംപ്ലൈൻറ്റാണ്. കസ്റ്റമർക്ക് അത് നോക്കണ്ടെന്ന് പറഞ്ഞ് ഇപ്പോൾ ഫ്രഷ് വന്ന കംപ്ലൈൻറ്റ് എഞ്ചിൻ ചെക്ക് ലാമ്പും അതുപോലെ തന്നെ ഹീറ്റർ കോയിൽ ബ്ലിങ്ക് ചെയ്യുന്ന കംപ്ലൈൻറ്റാണ്. അത് നമുക്കൊന്ന് സ്കാൻ ചെയ്ത് പരിശോധിക്കാം എന്താ കംപ്ലൈൻറ്റ് എന്നുള്ളത്. സ്കാൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ നമുക്ക് കിട്ടിയ റിപ്പോർട്ട് P020100 സിലിണ്ടർ 1 ഇഞ്ചക്ടർ സർക്യൂട്ട് ഫ്യൂലർ ഇഞ്ചക്ടറായിട്ട് ബന്ധപ്പെട്ടുള്ള കംപ്ലൈൻറ്റാണ് കിട്ടിയിരിക്കുന്നത്. ഇപ്പോൾ 4 സിലിണ്ടർ എഞ്ചിനാണ്, 4 ഇഞ്ചക്ടർ വരുന്നുണ്ട്. ഈ 4 ഇഞ്ചക്ടറിൽ ഒരെണ്ണം കംപ്ലൈൻ്റ് ആയാലും എഞ്ചിന് സാരമായിട്ട് ബാധിക്കും. കാർ ഓടിച്ചു നോക്കിയായിരുന്നു, നല്ല മിസ്സിംഗ് ഉണ്ട്, ഒട്ടും പിക്കപ്പ് ഉണ്ടാവില്ല, മൈലേജ് ഉണ്ടാവില്ല, നല്ല പ്രോബ്ലം ആയിരുന്നു. നമ്മൾ സ്കാനർ ഉപയോഗിച്ച് കോഡ് ക്ലിയർ ചെയ്ത് നോക്കിയതാണ്. പക്ഷേ നമുക്ക് കുറച്ച് ദൂരം ഓടിച്ചു കഴിയുമ്പോൾ വീണ്ടും തിരിച്ച് കംപ്ലൈൻറ്റ് കയറുന്നുണ്ട്. കറണ്ട് കോഡല്ല ഹിസ്റ്ററിയിലൊക്കെ ആണെങ്കിൽ നമ്മൾ ഡിലീറ്റ് കളഞ്ഞാൽ പോവും. പക്ഷേ ഇത് കറണ്ട് കോഡായിട്ട് വീണ്ടും കംപ്ലൈൻറ്റ് കിടക്കുന്നുണ്ട്, വീണ്ടും കോഡ് വരുവാണ്. അപ്പോൾ നമുക്ക് എന്താണെന്നുള്ളത് പരിശോധിക്കാം. നാല് ഇഞ്ചക്ടറിലെയും ഓരോ വിധം സോക്കറ്റുകൾ നമ്മൾ ഡിസ്കണക്ട് ചെയ്ത് പരിശോധിക്കണം. വർക്കിംഗ് കണ്ടീഷണൽ ഇഞ്ചക്ടർ ആകുമ്പോൾ നമ്മൾ സോക്കറ്റ് പിടിക്കുമ്പോൾ നല്ല വൈബ്രേഷൻ ഉണ്ടാവും. കംപ്ലൈൻ്റ് ഉള്ള ഇഞ്ചക്ടർ ആണെങ്കിൽ നമ്മൾ ഒരു റെസ്പോൺസ് ഉണ്ടാവില്ല നമ്മൾ സോക്കറ്റ് പിടിക്കുമ്പം. അങ്ങനെയാണ് മാനുവലായിട്ട് പരിശോധിക്കേണ്ടത്. ഓരോ ഇഞ്ചക്ടറിൻ്റെ സോക്കറ്റ് നമ്മൾ ഡിസ്കണക്ട് ചെയ്ത് പരിശോധിക്കുമ്പോഴും എഞ്ചിൻ ഓഫ് ചെയ്ത് സോക്കറ്റ് കൊടുത്തതിന് ശേഷം രണ്ടാമത് സ്റ്റാർട്ട് ചെയ്ത് വേണം പരിശോധിക്കാനായിട്ട്. നമുക്ക് കാണാം ഒന്നാമത്തെ ഇഞ്ചക്ടർ നമ്മൾ സോക്കറ്റ് ഡിസ്കണക്ട് ചെയ്യുമ്പോൾ ഒരു റെസ്പോൺസോ വൈബ്രേഷനോ ഒന്നും കാണുന്നില്ല, അങ്ങനെ തന്നെ നിൽക്കുവാണ്. അതായത് ആ സിലിണ്ടർ വർക്കിംഗ് അല്ല, ഒന്നാമത്തെ നോസിൽ വർക്കിംഗ് അല്ല. നമ്മൾ ഫ്യൂൽ ഇഞ്ചക്ടർ അഴിച്ചെടുക്കുന്നതിന് മുൻപ് മൾട്ടിമീറ്റർ ഉപയോഗിച്ച് കണ്ടിന്യൂറ്റി, ബോഡി എർത്തിങ്, ഷോർട്ട് സർക്യൂട്ടോ വല്ലതൊക്കെ ഉണ്ടോ, വോൾട്ടേജ് എല്ലാം ഒന്ന് ചെക്ക് ചെയ്യണം. 4 സിലിണ്ടറിൻ്റെ സോക്കറ്റും പിടിച്ച് നമ്മൾ ലൈനെല്ലാം ചെക്കിന് ശേഷം നമുക്ക് സ്കാനിങ്ങിൽ കാണിച്ച ഒന്നാമത്തെ ഇഞ്ചക്ടർ അഴിച്ചെടുത്തിട്ട് പരിശോധിക്കാം. നമ്മൾ ഇഞ്ചക്ടറിന് വയറിംഗ് എല്ലാം പരിശോധിച്ചപ്പോൾ ഷോർട്ട് സർക്യൂട്ടോ കാര്യങ്ങളോ എർത്തിങ്ങോ ഒന്നുമില്ല. വയർ ഹാർനസിന് വേറെ പ്രോബ്ലം ഒന്നും കാണിക്കുന്നില്ല. അതിനകത്ത് അടുത്ത പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ വോക്സ് വാഗൻ്റെ ഇഞ്ചക്ടർ പുതിയതിനെല്ലാം നല്ല വില വരുന്നുണ്ട്. കസ്റ്റമറായിട്ട് സംസാരിക്കണ്ടേ, പുതിയതാ വേണോ അതോ സെക്കൻഡിലേക്ക് പോകണോ എന്നുള്ളത് സംസാരിച്ചിട്ട് വേണം അടുത്ത പ്രൊസീജിയറിലേക്ക് പോകാൻ. ഒന്നാമത്തെ ഫ്യൂൽ ഇഞ്ചക്ടറിൻ്റെ പ്രോബ്ലം ആണെന്ന് നമുക്ക് മനസ്സിലായി. എന്നിരുന്നാലും ഹീറ്റർ കോയിലും കൂടെ നമുക്ക് പരിശോധിക്കാം. ഹീറ്റർ പ്ലഗ് 4 ഹീറ്റർ പ്ലഗും അഴിച്ച് ബാറ്ററി കണക്ട് ചെയ്തിട്ട് വർക്കിംഗ് കണ്ടീഷനാണോ നമുക്ക് ഉറപ്പുവരുത്താം. 4 ഹീറ്റർ പ്ലഗും അഴിച്ചെടുത്ത് ബാറ്ററിയിൽ കണക്ട് ചെയ്ത് നമ്മൾ ചെക്ക് ചെയ്തായിരുന്നു. 4 ഹീറ്റർ പ്ലഗ് നല്ല വർക്കിംഗ് ആണ്, ഗുഡ് കണ്ടീഷനാണ്, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. ഇഞ്ചക്ടർ പുതിയതിന് നല്ല വില വരുന്നുണ്ട്. സെക്കൻഡ് വെക്കാനാണ് കസ്റ്റമർ പറഞ്ഞിരിക്കുന്നത്. അപ്പം നമ്മൾ സെക്കൻഡ് ഹാൻഡ് ഒരെണ്ണം മാർക്കറ്റിൽ നിന്ന് സംഘടിപ്പിച്ചിട്ടുണ്ട്. നമ്മളത് വെച്ച് സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണേ. ഇഞ്ചക്ടറിൻ്റെ മേളിൽ വരുന്ന കോയിൽ ഷോർട്ടാണ്, കോയിൽ കംപ്ലൈൻ്റ് ആണ്. അപ്പോൾ ഇഞ്ചക്ടർ കോയിൽ കംപ്ലൈൻറ്റ് വന്നു കഴിഞ്ഞാൽ പിന്നെ മൈലേജ് കിട്ടില്ല, എഞ്ചിൻ നല്ല മിസ്സിങ് ആയിരിക്കും, ഒട്ടും പവർ ഉണ്ടാവില്ല, ഓടിക്കാൻ സാധിക്കില്ല. നമ്മുടെ കാറിനകത്തിരുന്ന ഇഞ്ചക്ടർ അഴിച്ചു മാറ്റി സെക്കൻഡ് ഹാൻഡ് നമ്മൾ വാങ്ങിച്ച ഇഞ്ചക്ടർ സെറ്റ് ചെയ്തിട്ടുണ്ട്. സ്റ്റാർട്ട് ചെയ്ത് നോക്കാം. നമ്മൾ ഒന്നാമത്തെ ഫ്യൂൽ ഇഞ്ചക്ടർ മാറി, ഇപ്പോൾ എഞ്ചിൻ നല്ല സ്മൂത്തായിട്ട് ഓടുന്നുണ്ട്, നല്ല വർക്കിംഗ് കണ്ടീഷനാണ്. ഇനി കാറൊന്ന് ഓടിച്ചു നോക്കാം. ഇപ്പം നമുക്ക് ഡാഷ്ബോർഡിലെ ക്ലസ്റ്റർ മീറ്ററിൽ നമുക്ക് നോക്കാം. വാണിംഗ് ലാമ്പെല്ലാം പോയിട്ടുണ്ട്. മുൻപുണ്ടായിരുന്ന ABSൻ്റെ വാണിംഗ് ലാമ്പ് മാത്രമാണ് കിടക്കുന്നത്. അത് കസ്റ്റമർക്ക് വിഷയമല്ല, അത് മാറ്റണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ABS സെൻസർ മാറ്റണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇപ്പം നമുക്ക് എഞ്ചിൻ ചെക്ക് ലാമ്പ് ഉണ്ടായിരുന്നു, ഹീറ്റർ കോയിൽ ബ്ലിങ്ക് ചെയ്യുന്നുണ്ടായിരുന്നു. ആ 2 കംപ്ലൈൻറ്റും മാറി. കാർ ഓടിച്ച് നോക്കിയപ്പോൾ എഞ്ചിൻ നല്ല സ്മൂത്തായിട്ടുണ്ട്, നല്ല പിക്കപ്പ് ഉണ്ട്. ഇതുപോലുള്ള കംപ്ലൈൻറ്റുകൾ വരുമ്പോൾ എങ്ങനെ റെക്ടിഫൈ ചെയ്യാം എന്നുള്ളതായിരുന്നു ഇന്നത്തെ വീഡിയോ. വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക്